അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി. എൻ്റെ പേര് ബിബിൻ, ഞാൻ അബ്ബാസി എന്ന് വരുന്നു. ഞാനിപ്പോൾ സാക്ഷ്യം പറഞ്ഞ എൻ്റെ മൂത്ത മോൻ ജോഹാന് വേണ്ടിയാണ്. 5th ഫ്ലോറിൽ നിന്നാണ് ജോഹാൻ താഴെ വീണ്. ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അവൻ റൈറ്റ് സൈഡ് ഇടിച്ച് വീണ് ലെഫ്റ്റ് സൈഡിലെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞിരുന്നു, സ്മെല്ല് കിട്ടുന്നില്ലായിരുന്നു. അതുപോലെ അവൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വെള്ളം അങ്ങനൊന്നും വരത്തില്ലായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് വിഷമമായി. ഡോക്ടറെ കാണിച്ചു, ഫുൾ ചെക്കപ്പ് ചെയ്തു. ഡോക്ടർ പറയുന്നു കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു വരത്തില്ല, കാരണം അത് ചെറിയ നെർവുകളെല്ലാം ചതഞ്ഞു പോയി. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, അവൻ്റെ റിസൾട്ട് കണ്ടിട്ട് അവൻ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നല്ലോ, അപ്പം കണ്ണിൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾക്ക് വിഷമമായിരുന്നു. ഞങ്ങൾ കൃപാസനത്തിൽ നിന്ന് കിട്ടിയ തൈലം എന്നും രാവിലെയും വൈകിട്ടും വിശ്വാസ പ്രമാണം ചൊല്ലി അവൻ്റെ കണ്ണിൻ്റെ പോളെ പെട്ടുമായിരുന്നു. ലാസ്റ്റ് ഒരു 5 മാസം കഴിഞ്ഞപ്പോൾ അവന് ചെറിയ ഒരു വ്യത്യാസം വന്നെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ കുവൈറ്റിൽ തന്നെ സഭാ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു അവൻ ചുമ്മാ പറയുന്ന, കാരണം അങ്ങനെ സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞു. ലാസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, അത്ഭുതമായിരിക്കുന്നു എന്ന് പറഞ്ഞു. വീണ്ടും ഞങ്ങൾ അത് കഴിഞ്ഞ് ബാബു ബ്രദറിനെ അബ്ബാസി വെച്ച് മോൻ കാണാൻ ഇടയായി. അപ്പം ബ്രദർ ചോദിച്ചു നിനക്ക് കണ്ണിന് എങ്ങനെ ഉണ്ട്, കാഴ്ച കിട്ടുന്നുണ്ടോ? അപ്പോൾ അവനൊന്നും മിണ്ടിയില്ല. തിരിച്ച് വീട്ടിൽ വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ബ്രദർ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് ബ്രദറിനോട് പറയാൻ മേലായിരുന്നോ, കണ്ണിൻ്റെ ഇതുപോലെ കണ്ണിൽ കൂടെ വെള്ളം വരുന്നില്ല എന്ന് നീ പറയാൻ മേലായിരുന്നു, ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചേനല്ലോ. അന്ന് രാത്രി ഒരു 9:30 ആയപ്പം കുഞ്ഞിൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വരാൻ തുടങ്ങി. ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശരിക്കും കണ്ണിൽ കൂടെ വെള്ളം വന്നു. അതിനുശേഷം അവനിപ്പോൾ കണ്ണിൽ കൂടെ വെള്ളം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 4-5 മാസം കഴിഞ്ഞ് വീണ്ടും നാട്ടിൽ പോയി. വെല്ലൂർ ഹോസ്പിറ്റലിൽ പോയി ഫുൾ ചെക്കപ്പും ചെയ്തു. അത് കഴിഞ്ഞ് എറണാകുളത്ത് കണ്ണിന് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്, ഗിരിത, അവിടെയും കൊണ്ട് കാണിച്ചു. ഡോക്ടർ ഫുൾ ചെക്കപ്പ് ചെയ്തപ്പോൾ കണ്ണിന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ അവൻ ആ കണ്ണുകൊണ്ട് വായിക്കാനും എല്ലാം ടൈം വരെ നോക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി. അതുപോലെ തന്നെ കുഞ്ഞ് 5th ഫ്ലോറിൽ നിന്ന് വീണേൻ്റെ കുഞ്ഞിനെ കെയർ ചെയ്യാണ്ട് ഞങ്ങളുടെ പേരൻസിൻ്റെ പേര് കേസുണ്ടായിരുന്നു. അമ്മയുടെ പേരിലാണ് ഏറ്റവും വലിയ കേസ്. ഒന്നാം അമ്മയാണ്, രണ്ടാമത് എൻ്റെ പേരിൽ. അപ്പം 1 വർഷമായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു. അപ്പോഴും നമ്മുടെ ബ്രദർ പറയുമായിരുന്നു എന്തിനാണ് നീ പേടിക്കുന്ന, ആ ഒരു വിഷയം ഒന്നും ഒരു കാരണവശാലും ഒരു പ്രശ്നം വരത്തില്ല, നീ പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങളെ അത് വെറുതെ വിടുമെന്ന് പറയുന്നുണ്ട്. എന്നാലും മനുഷ്യരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മേ ബി 1 വീക്കെങ്കിലും നിങ്ങൾക്ക് ജയിൽ ശിക്ഷ കിട്ടും, അല്ലെങ്കിൽ വലിയൊരു ഫൈൻ വരും, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ജൂലൈ 21-ാം തീയതി ആയിരുന്നു അതിൻ്റെ വിധി. അന്ന് രാവിലെ ഡെയിലി ബ്രെഡ് കണ്ടുവരുന്നപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അമ്മ മാതാവായിരിക്കും കേസുള്ളവരെയൊക്കെ ജഡ്ജ് ചെയ്യുന്നു, അപ്പോൾ ഞങ്ങൾക്ക് ധൈര്യമായി ഞങ്ങളെ കേസിൽ നിന്ന് വെറുതെ വിടുമെന്ന്. 21-ാം തീയതി കുവൈറ്റ് ടൈം 3 മണിയായപ്പം ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടി. ഞങ്ങളെ കേസിൽ നിന്ന് വെറുതെ വിട്ടു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി. അതുപോലെ ഞാൻ പല കാര്യങ്ങളും അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. ഡേറ്റ് ഇട്ട് 14-ാം തീയതി ഡേറ്റ് ഇട്ട് ഞാനൊരു കാര്യം പ്രാർത്ഥിച്ചു, അതും എനിക്ക് സാധിച്ചു കിട്ടി. എന്ത് ചോദിച്ചാലും അമ്മ വിളിച്ചാൽ വെളിപ്പുറത്താണ് അമ്മ മാതാവ്. ഈശോയ്ക്കും ഒരായിരം നന്ദി. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി.